ഇങ്ങനെ ഫ്രണ്ട് മാത്രം കറക്കരുത് കണ്ടോ, ഫ്രണ്ട് അങ്ങ് ചേരും. ഫ്രണ്ട് ചേരുമ്പോൾ ബാക്കി ഉണ്ടാകുന്ന നടക്കുന്നുണ്ടോ. അപ്പൊ ഇവിടെ തട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തത്, പെട്ടെന്ന് ഇങ്ങോട്ട് വലിച്ചു മാറ്റരുത്. വലിച്ചു മാറ്റുമ്പോൾ ഫ്രണ്ടും അങ്ങ് പോകും, ബാക്കി ചേർത്തുമില്ല. ബാക്കിയും കറക്റ്റ് ആയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതുപോലെ രണ്ട് സൈഡും ചേർത്ത് നമുക്കൊരു വണ്ടി നിർത്താൻ കഴിയത്തുള്ളൂ. നമുക്ക് ചേർത്ത് പാർക്കുന്ന കാണിക്കും. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ആ ലെഫ്റ്റ് ഭാഗത്തേക്കാണ്, ലെഫ്റ്റ് സൈഡിലെ പിറലാണ് നോക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ ഭാഗത്ത് ഭിത്തിയോട് ചേർത്തിനാണ് ഞാൻ ചെയ്തു, ഈ ഗേറ്റ് കയറുന്നതിനനുസരിച്ച് ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്ത് കൊടുത്തു. ലെഫ്റ്റ് സൈഡിലെ ആ ഭാഗം, ഫ്രണ്ടിലെ ഭാഗം വന്ന് കറക്റ്റ് ടച്ച് ആയി എന്ന് എനിക്കിനി റൈറ്റിലേക്ക് ഓടിച്ചു കൊടുത്തു. ഈ കൃത്യമായിട്ട് ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഒരു വാഹനം സൈഡ് ചേർത്ത് എങ്ങനെ കൃത്യമായിട്ട് പാർക്ക് ചെയ്യാം. മതിലിനോട് ചേർത്ത് സൈഡ് ചേർത്ത് ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. ഒരു വാഹനം ഓടിക്കും, പക്ഷെങ്കിൽ സൈഡ് ചേർക്കുന്ന സമയത്ത് എത്രത്തോളം ലെഫ്റ്റ് സൈഡ് ചേർക്കണം എന്നറിയില്ല, തട്ടുമെന്നുള്ള പേടിയാണ്. സൈഡ് ചേർത്താൽ ഒന്നീ ഫ്രണ്ട് കറക്റ്റായിട്ട് ചേർന്ന് കിടക്കും, ബാക്ക് അകന്ന് കിടക്കും. ബാക്ക് ചേർന്നാൽ ഫ്രണ്ട് വൈഡായിട്ട് കിടക്കും. കൃത്യമായിട്ട് രണ്ട് സൈഡ് ഒരേപോലെ ചേർത്ത് നിർത്താൻ കഴിയുന്നില്ല. എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യുക, എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്, എന്ത് ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് രണ്ട് സൈഡും ഏത് ഭാഗത്ത് ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് രണ്ട് ഭാഗങ്ങളും സൈഡ് ചേർത്ത് വണ്ടി നിർത്താം എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയ കാര്യമാണ് ഈ ഒരു വീഡിയോയുടെ പറഞ്ഞു തരാൻ പോകുന്നത്. അറിയാവുന്നവരാരും ഈ ഒരു വീഡിയോ കാണണമെന്നില്ല, അറിയാത്തവർക്ക് വേണ്ടിയാണ്. പലരും വന്ന് കമന്റായിട്ട് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ, അതുപോലെ ഓടിക്കുമ്പോൾ സൈഡ് ചേർത്ത് കിട്ടാത്തവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാനെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റായും തുടങ്ങുന്നുണ്ട്, നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്താൽ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ചെല്ലുക. അതേപോലെ തന്നെ ലൈസൻസും കയ്യിലുണ്ട്, വാഹനം വീട്ടിലും ഉണ്ട്, സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാൻ കഴിയുന്നില്ല. കേരളത്തിന്റെ ഉടനീളം നമ്മൾ ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് നടത്തുന്നുണ്ട്, ജോ ഡ്രൈവിംഗിന്റെ പേരിൽ. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നത്. ട്രിക്കും ടിപ്സ് എന്താണ് വീഡിയോയുടെ പറയാതെ കഴിഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. നിങ്ങൾക്ക് തോന്നുന്ന മിസ്റ്റേക്കോ നിങ്ങളുടെ മിസ്റ്റേക്കോ അല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സും ഞാൻ വീഡിയോയുടെ പറയാത്തത്. കാരണം ഇത് പറയാനുള്ള കാരണം, ക്ലാസ്സിനായിട്ട് കടന്നു ചെല്ലുന്നവരോട് തന്നെ ചോദിക്കാറുണ്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണ്. ആദ്യമേ അവരുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവർ പറയും ഇന്ന മിസ്റ്റേക്ക് ആക്കുമ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചോദിക്കുക, നമുക്ക് നോക്കാം അത് തന്നെയാണോ നോക്കാം. വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലോട്ട് ഞാൻ കയറ്റിയിരുത്തും. വണ്ടി പോലും സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഞാൻ പറയും ഇറങ്ങിക്കോ, നിങ്ങൾ പറഞ്ഞ മിസ്റ്റേക്ക് അല്ല, ഇന്ന മിസ്റ്റേക്കാണ്, ഇന്ന മിസ്റ്റേക്ക് മാറിയാൽ വണ്ടി ഓടിക്കാൻ ഞാൻ അത് തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. തോന്നുന്ന മിസ്റ്റേക്ക് അല്ല നിങ്ങൾക്കുള്ളത്. ഞാൻ അത് ആ വീഡിയോയിൽ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ പറഞ്ഞ മിസ്റ്റേക്ക് ആണോ നിങ്ങളുടെ ചോദിക്കാറുള്ളത്. കാരണം അതുകൊണ്ടാണ് ആ ട്രിക്കും ടിപ്സും പറയാത്തത്. കാരണം ഞാൻ ആ ട്രിക്കും ടിപ്സും പറഞ്ഞാൽ നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ അത് വീഡിയോയുടെ പറയാത്തത്. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട. കാരണം പലരും ഇപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട് എന്റെ ജില്ലയിൽ വരുമെന്ന്. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരമുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. വാഹനം ഓടിക്കും, പക്ഷേ സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ചേരുമ്പം ഫ്രണ്ട് കറക്റ്റ് ആകുമ്പോൾ ബാക്ക് കറക്റ്റ് ആകില്ല, ബാക്ക് കറക്റ്റ് ആകുമ്പോൾ ഫ്രണ്ട് കറക്റ്റ് ആകത്തില്ല. എങ്ങനെയാണ് കൃത്യമായിട്ട് പാർക്ക് ചെയ്യേണ്ടത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയിരിക്കാം. നമുക്ക് ഫ്രണ്ടിൽ ഒരു സൈഡ് ഉണ്ട്, ആ സൈഡ് ചേർത്ത് നിർത്തുമ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ഏത് ഭാഗത്താണ് നോക്കുന്നത്. പലരും ഒരു വാഹനം നിർത്തുന്നത് സൈഡ് ചേർത്ത് നിർത്താൻ പറയുമ്പോൾ സൈഡിലേക്ക് നോക്കി നിർത്തും. ഒരു കാരണവശാലും സൈഡിലേക്ക് നോക്കി നിർത്തുന്നതുകൊണ്ടാണ് സൈഡ് ചേർന്നൊരു വണ്ടി നിർത്താൻ കഴിയാതെ. ഇപ്പൊ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമുക്കിപ്പോ എന്തുകൊണ്ട് ആ സൈഡ് ചേർത്തൊന്ന് നിർത്തണം. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സൈഡിലാണ് വണ്ടി പോകുന്നത്. എന്ത് ചെയ്തു, നമ്മൾ ഈ ഫ്രണ്ടിനെ കറക്റ്റ് ആക്കി കൊണ്ടുവന്ന് എവിടെ വെക്കുക, നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കണ്ട. നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കുന്നത് കൊണ്ടും ഈ ഒരു ഭാഗത്തേക്ക് നോക്കുന്നത് കൊണ്ടുമാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി അകന്നു പോകാനുള്ള കാരണം. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം കൃത്യമായിട്ടും ആ ലെഫ്റ്റ് സൈഡിനോടൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തു എത്രത്തോളം നമുക്ക് സൈഡ് ചേർക്കാമോ അത്രത്തോളം സൈഡ് ചേർത്തതിന് ശേഷം ഇനി ഈ വണ്ടി നേരെ പോയി എന്ത് സംഭവിക്കും, ആ സൈഡ് ചേർന്ന് പോയി തട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ കറക്റ്റായിട്ട് അവിടെ കണ്ടു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുക. എങ്ങോട്ട്, റൈറ്റിലേക്ക് കണ്ട. ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്തപ്പോൾ ഇനി വണ്ടി എന്തായാലും ലെഫ്റ്റിലേക്കും പോകത്തില്ല, നേരെ പോകത്തില്ല. എങ്ങോട്ടേ മാറത്തുള്ളൂ, റൈറ്റിലേക്കാ മാറത്തുള്ളൂ. അപ്പൊ ഈ റൈറ്റിലേക്ക് മാറി ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ സൈഡിൽ നോക്കുമ്പോൾ മിററിലോട്ട് നോക്കിയേ കണ്ട, ബാക്ക് അകന്ന് കിടക്കുകയാണ്. കണ്ട, മിററിലോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ബാക്ക് അകന്ന് കിടക്കുകയാണ്. ഫ്രണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നെന്ന് പറഞ്ഞാലും ബാക്ക് കിടക്കുന്നുണ്ടോ, അകന്ന് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ ഫ്രണ്ട് കറക്റ്റ് ആയിട്ട് ചേർന്ന പോലെ നമുക്ക് തോന്നും, പക്ഷെ ബാക്ക് നോക്കി അകന്ന് കിടക്കാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടോട്ട് വന്നതിന് ശേഷം ഒന്ന് എങ്ങോട്ട് അനക്കി, വലത്തേക്ക് അനക്കി.
ഈ വലത്തേക്ക് അനയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം, ഞാൻ മുൻപോട്ട് വണ്ടി എടുക്കാൻ പോവാണ്. ഈ മുന്നോട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് എങ്ങോട്ടേ മാറി വരത്തുള്ളൂ? ഈ വണ്ടി കണ്ട വലത്തേക്ക് മാറി വരും. ഈ വലത്തേക്ക് മാറി വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ബായ്ക്കും ചേർന്ന് വരും. കണ്ട ബായ്ക്ക് ഇത്രത്തോളം. അപ്പം ഈ ഫ്രണ്ട് നമ്മൾ എത്രത്തോളം, ഈ ഫ്രണ്ടിനെ നമ്മൾ എടുത്ത കൂട്ടത്തിൽ വൈഡായിട്ട് എപ്പോ വരുന്നോ അപ്പൊ നമ്മൾ നിർത്തിയേക്കണം. കാരണം ഈ വൈഡായിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബായ്ക്ക് ചേർന്നിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് സ്വല്പം കൂടെ ചേരാനുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? സ്വല്പം കൂടെ നേരെ. അപ്പൊ നമ്മളിപ്പം അങ്ങനെ നമ്മൾ എടുക്കുന്ന കൂട്ടത്തില് വൈഡ് ആകുന്നില്ലല്ലോ എന്ന് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഇങ്ങോട്ട് റൈറ്റോട്ട് ആക്കിയതുപോലെ പെട്ടെന്ന് നിർത്തരുത്. ബായ്ക്ക് അടുത്തിട്ടില്ല, അതുകൊണ്ടാ. അപ്പൊ നമ്മള് വൈഡ് എപ്പോ വരുന്നോ അപ്പൊ നിർത്തി കൊടുക്കുക. കേട്ടോ, വൈഡായിട്ട് വന്നു, അവിടെ എന്ത് ചെയ്തു? കറക്റ്റ് ആയിട്ട് ചേർന്നു. അപ്പൊ രണ്ട് സൈഡും എന്ത് ചെയ്യാം? കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ സൈഡ് ചേർത്ത് നിർത്താൻ കഴിയും. രണ്ടും കറക്റ്റ് ആകും. ഞാനത് നിങ്ങളെ ഇറങ്ങി കാണിച്ചു തരാം. എന്ന് ഇറങ്ങി കാണിച്ചു കൊടുത്തേ. ഇതല്ലേ, ഇപ്പൊ ഇറങ്ങി കാണിച്ചു തരാം നിങ്ങള് അത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഈ രണ്ട് സൈഡും ചേർന്ന് കിടക്കുക, എങ്ങനെ കിടന്നപ്പോഴാണ് കറക്റ്റ്. ഇപ്പൊ നിങ്ങൾ ഞാനത് ക്യാമറയുടെ കാണിച്ചു തന്നു, കണ്ടില്ല? ഞാൻ വണ്ടി എടുത്തിട്ടേ ഇല്ല ഇവിടുന്ന്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കണ്ട കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും രണ്ട് സൈഡും കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് ചേർത്ത് നിർത്താം. ഇപ്പൊ നിങ്ങൾ നോക്കണം, ഉദാഹരണത്തിന് എന്ത് ചെയ്യരുത്? വേണ്ട, ഇങ്ങനെ ഫ്രണ്ട് മാത്രം കറക്റ്റായിട്ട് വെക്കരുത്. കണ്ട ഫ്രണ്ട് അങ്ങ് ചേരും. ഫ്രണ്ട് ചേരുമ്പം ബായ്ക്ക് ഉണ്ടാകുന്ന കിടക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ തട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചു മാറ്റരുത്. വലിച്ചു മാറ്റുമ്പോൾ ഫ്രണ്ടും അങ്ങന്ന് പോവും, ബായ്ക്ക് ചേർത്തുമില്ല. നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം അവിടുന്ന് വരുന്ന സമയത്ത് ആദ്യമേ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ കേട്ടോ വരുന്നത്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് വൈഡായിട്ടല്ല വരുന്ന കൂട്ടിക്കും. നമ്മൾ ഈ സൈഡ് എത്രത്തോളം ചേർക്കാമോ അത്രത്തോളം ചേർത്തതിന് ശേഷം ഒന്ന് വലിച്ചു മാറ്റുക. എങ്ങോട്ട്? വലത്തേക്ക്. ഒന്ന് വലത്തേക്ക് വലിച്ചു മാറ്റി കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും കറക്റ്റായിട്ട് ആ ഭാഗം വലത്തോട്ട് മാറിയെന്നുണ്ടെങ്കിൽ ബായ്ക്കും കറക്റ്റ് ആയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇതുപോലെ രണ്ട് സൈഡും ചേർത്ത് നമുക്കൊരു വണ്ടി നിർത്താൻ കഴിയത്തുള്ളൂ. ഉദാഹരണത്തിന് റിവേഴ്സ് നമുക്ക് ചേർത്ത് പാർക്ക് ചെയ്യുന്നത് കാണിക്കാം. അതായത് നമ്മൾ ഏത് ഭാഗത്തോട്ടാണ് നമ്മൾ ചേർത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ആ ലെഫ്റ്റ് ഭാഗത്തേക്കാണ്, ലെഫ്റ്റ് സൈഡിലെ മിററിലാണ് നോക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ ഭാഗത്തെ ഭിത്തിയോട് ചേർത്തിടാനാണ് ഞാൻ ചെയ്തു. ഈ ഗേറ്റ് കയറുന്നതിനനുസരിച്ച് ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്ത് കൊടുത്തു. ലെഫ്റ്റ് സൈഡിലെ ആ ഭാഗം ഫ്രണ്ടിലെ ഭാഗം വന്ന് കറക്റ്റ് ടച്ച് ആയി എന്ന് കഴിഞ്ഞപ്പോൾ എനിക്കിനി ബാക്കിലെ വ്യൂ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? റൈറ്റിലേക്ക് ഒടിച്ചു കൊടുത്തു. ഈ റൈറ്റിലേക്ക് ഒടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ബാക്കിലെ വ്യൂ കിട്ടി കഴിയുമ്പോഴേ നമ്മൾ നിർത്തിയേക്കണം. കാരണം ബാക്കിലെ വ്യൂ കിട്ടിയിട്ട് നമ്മൾ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അകന്നു പോകുന്ന അർത്ഥം. കറക്റ്റ് എനിക്ക് ആ ബാക്കിലെ വ്യൂ കറക്റ്റായിട്ട് കിട്ടി. എന്നാൽ അവിടെ നിന്ന് വന്നത് കറക്റ്റായിട്ട് നിവർത്തി കഴിഞ്ഞാൽ ഇത്രത്തോളം നമുക്ക് ചേർത്ത് എന്ത് ചെയ്യാം? ഒരു വാഹനം പാർക്ക് ചെയ്യാൻ കഴിയും. കണ്ട കൃത്യമായിട്ട് ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാം. ഇനിയും ഈ ഒരു ലെവലിലല്ല, എനിക്ക് സ്വല്പം കൂടെ ഗ്യാപ്പിലിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക? ഇത്രയും ചേർക്കുന്നതിന് മുമ്പ് വീണ്ടും മുമ്പോട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് എത്രത്തോളം വരണമോ, എത്രത്തോളം ഗ്യാപ്പ് വേണം അത്രത്തോളം ഗ്യാപ്പ് ആക്കി കൊടുക്കുക. ഗ്യാപ്പായി ഒരുപാട് ഗ്യാപ്പ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ സൈഡ് ചേരത്തില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഗ്യാപ്പ് ആക്കി ആ സൈഡോട്ട് ഗ്യാപ്പ് ആക്കിയതിനു ശേഷം വീണ്ടും നമ്മൾ ഓപ്പോസിറ്റ് തിരിച്ചു പിടിച്ചു. ഈ ഒരു ലെവലിൽ തന്നെ ഇത്രത്തോളം ഗ്യാപ്പ് മതി. കാരണം നമുക്കൊരു മിററുണ്ട്. ആ ഒരു ലെവലിൽ തന്നെ എന്ത് ചെയ്യാം? ഇതേപോലെ രണ്ട് സൈഡും കണ്ട സൈഡ് ചേർത്ത് മതിലോട്ട് നമുക്ക് വീടിനോട് ഭിത്തിയോട് ചേർത്ത് നമുക്ക് വേണമെങ്കിലും വണ്ടി വേണമെങ്കിലും ഈ ഒരു സൈഡ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇങ്ങനെ സൈഡ് നല്ല ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ നോക്കുന്ന സൈഡ് ചേർത്ത് പോയ ഇങ്ങനെ സൈഡ് ഗ്യാപ്പ് ഉണ്ട്. അല്ലാതെ നമ്മൾ ഈ ഭിത്തിയും ആ കിടക്കുന്ന വണ്ടിയും തമ്മിലൊന്ന് നോക്കി നമുക്ക് ഈ ഒരു വണ്ടി ഇവിടെ കിടക്കാൻ നമുക്ക് പേടി തോന്നി ഇവിടെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സൈഡ് ചേർന്ന് രണ്ട് സൈഡും ഒരേപോലെ വന്നാൽ ഒരേ ഗ്യാപ്പ് ആയിരിക്കണം. കണ്ടോ, ഇപ്പം ബായ്ക്ക് കറക്റ്റ് ഒരു ചേർപ്പ് ചേർത്തും ഫ്രണ്ട് സ്വല്പം ഗ്യാപ്പും ഉണ്ട്. അപ്പൊ ഞാൻ ആ ഫ്രണ്ടിലത്തെ ആ മിറർ ഒരു കറക്റ്റ് ആ ഒരു ഭിത്തിയോട് ചേർപ്പ് വരുമ്പോഴേ രണ്ട് ഭാഗം ഒരേ ഗ്യാപ്പ് ആകത്തുള്ളൂ. കണ്ടോ, ഇപ്പൊ രണ്ട് ഭാഗം ഒരേ ഗ്യാപ്പാ. കണ്ടോ, എന്നിട്ട് വീല് നിവർത്തി കൊടുത്തു. ഈ ഒരു ലെവലിൽ തന്നെ നിന്നാൽ രണ്ട് സൈഡ് ഒരേപോലെ ആയിരിക്കും. കണ്ടോ, കൃത്യമായിട്ട് നമുക്ക് ഇതേപോലെ ഒരു വണ്ടി സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കാണിച്ചതും പറഞ്ഞു നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വെച്ചാൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റ് രേഖപ്പെടുത്തുക. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്താം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.